ഇതേത് വണ്ടി? ഇത് കസ്റ്റം വണ്ടിയാണോ? മച്ചാനെ മച്ചാനെ ഹലോ കേക്ക് ഹായ്. ചന്ദ്രൻ നമസ്കാരം. ഓ വണ്ടി കൊള്ളാം കേട്ടോ, അടിപൊളി വണ്ടി. സിറ്റി വരാനുള്ള വണ്ടിയാ, ടെസ്റ്റ് ഡ്രൈവ് നോക്കിയതാ. ഓ എങ്ങനെയുണ്ട്? നല്ല വണ്ടി. കൊള്ളാല്ലേ? ഓക്കെ. ആ സിംബലൊക്കെ മാറ്റി. ഇത് കരിന്റെ നല്ല വണ്ടിയല്ലേ? ടെസ്റ്റ് ഡ്രൈവ് ഞാൻ വിരോധത്തിലേക്ക് ടെസ്റ്റ് ഡ്രൈവ് വരാവോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ശരി ശരി ശരി. അല്ല അല്ല വണ്ടി നമുക്ക് വണ്ടി പ്രാന്താണ് അറിയാലോ നമുക്ക്. പിന്നെ അപ്പൊ വണ്ടി പോയിട്ട് പ്രാന്താക്കേണ്ടത് മതി. ആ പറയും. ലൈറ്റുള്ള വണ്ടി കാണുമ്പോ കുറച്ചുകൂടെ പ്രാന്ത് കൂടും. അതെ ഫ്യൂളിപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ കുറച്ച് കുറവാണ്, കമ്പം കുറവാണ്. കുറച്ചുകൂടി ഫേമസ് നിങ്ങളുടെ മോനാട്ടോ. ആ അതെ അതെ. എന്താ എന്താ ആളുടെ പ്രധാന വിശേഷങ്ങൾ ഒന്ന് പറയാവോ? ഞാൻ അറിയാത്ത എന്തെങ്കിലും പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ. കച്ചവടം. കണ്ണുവച്ചോടോ? പിന്നെ അവനോ സൂര്യയോ? നമ്മള് പറഞ്ഞായിരുന്നു. എന്ന് പറഞ്ഞല്ലോ ചന്ദ്രൻ, വാട്ടർ കണ്ണാന്ന് ഓർമ്മയുണ്ടോ? നമ്മളത് മീറ്റിംഗ് വെച്ചായിരുന്നു ഓഫീസില്. അതിനുശേഷം വേറെ അത് അറിയാതെ ഒരാൾക്ക് കൊടുത്താ പറയാം. വേറെ പരിപാടി ഇല്ലായിരുന്നാണ് അറിഞ്ഞത്. അതിനുശേഷം വേറെ ഒന്നും ഉണ്ടായിട്ടില്ലാന്ന് തോന്നുന്നു. പിന്നെ പീഡിക്കാര് പറഞ്ഞ പീഡിക്കാരിലെ കണ്ണു വെട്ടത്ത് കണ്ട് പിടിക്കുന്നുള്ളതുകൊണ്ട് വരുന്നില്ലെന്ന് പറഞ്ഞു പീഡി. ഒരു സെക്കൻഡ് എക്സ്ക്യൂസ് മീ, ഒരു സെക്കൻഡ്. ഹലോ ഒരു മിസ്റ്റർ എക്സ് കോൾ മീ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കണ്ടായിരുന്നു. അല്ല ഞങ്ങൾ കേക്കേട്ട് സംസാരിക്കും. മിസ്റ്റർ എക്സിനെ വിളിച്ചാ ഞാൻ ഓൾറെഡി മിസ്റ്റർ എക്സ് കോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എവിടെ സൂര്യ എവിടെ? ലിന അല്ല അവന് വിളിക്കണം, അവനെ എനിക്കിത് റെഡി ആയിട്ട് വലിയ വണ്ടി കൊണ്ടൊക്കെ നീ ഗണ്ണ് ഇപ്പൊ സെയിൽ ചെയ്യുന്നുണ്ടോ? സത്യം മാത്രം സൊല്ല്. ഗണ്ണ് തോക്ക് யாரு? பண்டு நம்மள சேல் பண்ணவே. கேக்கல. ഒന്നുകൂടി പറഞ്ഞേ. இல்ல அப்போ வந்து நீங்க மாமா என்கிட்ட சும்மா கொடுத்து கொடுத்தாரே. அது உன்னை டெஸ்ட் பண்றதுக்காக நம்ம பிளான் பண்ணிய டிராமா. அதல்லாണ്ട് வேற ஏதாவது தெரியுமா? அச்சு ചെകളെ പിടിച്ചടിക്കാറുണ്ട്. ചെകളയില് എന്നാ പ്രശ്നേ? ബ്ലാക്ക് മോളിയുടെ മോൻ. അത് എനിക്ക് ഒരു 100 സീൽ കൊടുത്താ പറയാം. ഇങ്ങനെ சொல்லுபா. அப்பா என்ன எதுன்னு கேட்காத. നിന്റെ കള്ളത്തന്തല്ല ദോ അവിടെ നിക്കണ മനസ്സിലാടാ? പാട്ട വരാതി. അത് നമുക്ക് കണ്ടു തരുന്ന ആളാ. അത് മനസ്സിലായ നിനക്ക്? കൊള്ള നീ പോയിട്ട് എന്റെ പേര് പറയണ. നീ നാറി. നിനക്ക് എന്ത് തെരിയും? നിനക്ക് തെണ്ടി ചവിട്ടറിയാ വരുന്ന നിന്റെ പറഞ്ഞിട്ടില്ലേ എന്നേന്ന്? നീ എന്തിനാ നീഗന്റെ പേര് പറഞ്ഞേ? நீங்க மாமா கொடுத்தாரலமா கண்ண அடிக்காத. நீங்க தான் கேட்டிங்க. വലിയ സ്പോർട്സ് മാൻ. ഈ ബൈക്ക് എത്ര രൂപ കിട്ടും? 5 ഇയർ വാ. ആ 5 അവനെ 10 ഇയർ കൊടുത്തിട്ട് അവൻ വെടിച്ചു വന്നാലോ അവനെ? അവന്റെ ഷോ അവന്റെ. എനിക്കിതൊക്കെ കാണുന്നുണ്ടോ? എനിക്കിതൊക്കെ കാണാൻ ഇഷ്ടമല്ല. പ്ലീസ് പ്ലീസ്. ഓക്കേ വാ. ഓക്കേ. കമ്മ്യൂണിറ്റി സർവീസിന് പോയായിരുന്നു കേട്ടോ. മറ്റേ രണ്ട് പേര്
വാട്ടർ ഒന്നും ന്യൂസിൽ വന്നില്ല ഏത്? വാട്ടർ ഗണ്ണ് വാട്ടർ ഗൺ വാട്ടർ ഗൺ വാട്ടർ ഗൺ അല്ലേ? വാട്ടർ ഗൺ നന്നായിട്ട് പറയണ്ടേ ഗണ്ണെന്നൊക്കെ പറയുമ്പോ ഇത് ഏത് വണ്ടി ഓണാണല്ലോ ഒന്നോ എളുപ്പം വന്ന വണ്ടി ഒന്ന് തോന്നുന്നു. ഓക്കെ അപ്പൊ കേക്കേ ഞങ്ങൾ പറഞ്ഞു വന്നു അല്ലെങ്കിൽ ഇപ്പൊ ഒരു സെക്കൻഡ് കുറുമ്പ് നല്ല വിജയന്റെ ഓ ഞാൻ പറഞ്ഞല്ലേ കേക്കേ നമുക്ക് 600-700 കണ്ണോളം ഉണ്ട് ഞങ്ങളുടെ കയ്യില്. ഇതൊക്കെ ഞങ്ങൾ എണ്ണ പറയുമ്പോ ഭയങ്കര At least പാടാ. എണ്ണയിലും കിട്ടണം. എന്താ At least എണ്ണയിലും കിട്ടണം നമുക്ക്. എണ്ണ നമ്മള് എണ്ണം. എണ്ണം കറക്റ്റ് ആയിട്ട് നമ്മള് തരാം. പക്ഷെ നമുക്ക് ഈ സീരിയൽ നമ്പർ ഇത്രയും വലിയ ഇത്രയും ഇല്ല അത് ചന്ദ്രൻ വിൽക്കുമ്പോ തന്നാ മതി സീരിയൽ നമ്പർ. ഞാൻ വിൽക്കുമ്പോഴോ ചന്ദ്രൻ മിക്കാറില്ലല്ലോ സാറേ. ഇല്ല ഞാൻ അല്ല വേറെ ഗ്യാങ്സിന് കൊടുക്കൂല നിങ്ങള്. ഇല്ല അങ്ങനെ ഇപ്പൊ കൊടുക്കാറില്ല. അങ്ങനെ കൊടുക്കൂല അപ്പൊ അങ്ങനെ കൊടുത്തുള്ളൂ, അതൊക്കെ തെറ്റല്ലേ? തെറ്റല്ലേ അത്? ഗ്യാങ്സിന് കൊടുക്കണ്ട ഞാൻ പറഞ്ഞിട്ടില്ല, സിറ്റിസിന് കൊടുക്കാൻ പാടില്ല ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വാസോറിന്റെ അടുത്ത് ഇനി പറഞ്ഞു നോക്കാം. വാസോറിന് താല്പര്യം ഉണ്ടെങ്കിൽ വാസോറിന് കൊടുക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലേ? തെറ്റാന്നോർത്ത് ചെയ്തിട്ടേ ഇല്ല അങ്ങനൊന്നും. ആണല്ലേ? അതെ കാരണം ഇത് വലിയ മിസ്റ്റർ ആദ്യം നമ്മളെ വോൺ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ഒന്നും ചെയ്യല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ പിന്നെ നമ്മളെ നല്ല ടേംസ് ഒന്നല്ല വേറെ ഗ്യാങ്സിനായിട്ടെ. അപ്പൊ അങ്ങനെ കൊടുക്കേണ്ട സാഹചര്യം വന്നില്ല. നമുക്ക് പിന്നെ ഇഷ്ടമല്ല ഇങ്ങനെ വേറെ ഗ്യാങ്സിന് ഗൺസ് കൊടുക്കുന്ന കേസ്. വാസോന്റെ അടുത്ത് എന്തായാലും ഞാൻ പറഞ്ഞേക്കാം ഇതുപോലെ കൊടുത്തോളം മിസ്റ്റർ എക്സ് പറഞ്ഞെന്നുള്ള രീതി ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞു. ആണോ? ഓക്കെ വാസുമായിട്ട് നാളെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യണേ. ഓ പിന്നെ അറേഞ്ച് ചെയ്യാം. ഓക്കെ അപ്പൊ നമ്മള് കൗണ്ട് എടുത്താൽ മതിയല്ലോ ഗൺസിന്റെ നമ്മുടെ. മതി. ഓക്കെ ഒന്ന് അപ്പാപ്പനും ഇതേ തീർന്ന അവസ്ഥ. ഗൺസിന്റെ ഇത് വേണോ? തീർന്ന ഗൺസിന്റെ അതുകൂടി മെൻഷൻ ചെയ്തു. ഇത്ര ഗണ്ണ് തീർന്നു പറഞ്ഞിട്ട്. കേക്കെ ഞാനൊരു ബിസിനസ് പ്രപ്പോസൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവനെ ഒരു സെക്കൻഡ്. ഹലോ ഒന്നിറങ്ങിയടാ വണ്ടിന്ന് മോനെ ഒന്നിറങ്ങിയടാ മോനെ. നീ ഒരു വണ്ടി ഇടിച്ച് അയ്യത്തിരിക്കുന്നുണ്ടാ? പുതിയ വണ്ടിയായിരുന്നു, ഇന്ന് ഷോറൂമിൽ ഇറക്കിയ വണ്ടിയാ. ഇപ്പൊ കണ്ടില്ല, വണ്ടിയോടെ വന്നത് അതാണ്. സോറി തന്നെ നീങ്ങുന്നുണ്ടോ? ഓക്കെ സാർ. ഇല്ല കുഴപ്പമില്ല. മാറ്റിക്കഴിഞ്ഞ് അതോടെ കൊണ്ടിടിച്ച് കഴിച്ചു. പുതിയ വണ്ടി അല്ല ഇത് നിങ്ങളെ ആൾക്കാരാണോ? ഇത് നിങ്ങൾ കേക്കൊരു ആളാണോ? അല്ലല്ലോ. കേക്കെ ഞാൻ ഒരു ബിസിനസ് പ്രപ്പോസൽ പറയട്ടെ. എന്താ നമ്മൾ ഈ ഡ്യൂറബിലിറ്റി തീർന്ന കണ്ണ് നമ്മൾ എന്താ ചെയ്യുന്നത്? വെറുതെ കളയുക. മേടിച്ചത് നമ്മളീ കേക്കെ നമുക്ക് അവിടെ മാറി ഇരുന്ന് സംസാരിക്കാം കുറച്ച്. നമുക്കേ ഓപ്പൺ സ്പേസ് വേണ്ട, നമുക്ക് സംസാരിക്കാം. അല്ല കേക്ക് നമുക്ക് അവിടെ നമുക്ക് സ്പേസ് ഉണ്ടോ അവിടെ? ധൈര്യമായിട്ട് പോയോ? ഇയാളെ പോയോ? കേക്ക് അല്ല നമ്മുടെ പരിചയക്കാരൻ്റെ ഇവിടെ ആയിരുന്നു. അതെ വേണ്ട അങ്ങനെ വേണ്ട, നമുക്കത് കുറച്ച് പ്രശ്നക്കാരുണ്ട് ആക്ച്വലി. മനസ്സിലായോ? ഓക്കെ എന്നാ നമുക്ക് മാറി സംസാരിക്കാം. ആ വിഷയം നമുക്ക് ഓപ്പണിൽ സംസാരിക്കണ്ട, അത് നമ്മുടെ ഫേസിൽ നോക്കി സംസാരിക്കാം. ഓക്കെ ഉറപ്പായിട്ടും ഷുവർ. കാണാറില്ലല്ലോ ജോണി. ഞാൻ കുറച്ച് ജോണി മാമന്റെ കാര്യങ്ങൾ കൂടി പറയണത് പിന്നെ പറയാം. ഞാനിവിടെ ഇല്ലായിരുന്നു കേക്കെ. ഞാൻ ഇവിടെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നമ്മുടെ ഫാക്ടറിയുടെ പുനരുദ്ധാരണം നടക്കുവാണ്. അണ്ടി ഫാക്ടറിയുടെ വാസന പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിന്റെ ഓരോ മെഷീന്റെ ഓരോരോ കംപ്ലൈൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പുതിയ കുറച്ച് മെഷീനറീസ് നോക്കാൻ വേണ്ടിയിട്ട് ഞാനും നമ്മുടെ കൂട്ടത്തിലുള്ള 2-3 പേരായിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് നോക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ അടുത്ത് സിയോൺ സിറ്റി ഉണ്ട്, തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ മിഷനറീസ് ഒക്കെ കിട്ടും. അപ്പൊ അവിടെ പോയിട്ട് നമ്മള് സാധനം ഓർഡർ ചെയ്ത് ഉണ്ടായിരുന്നു. എനിക്ക് ചന്ദ്രനെ കാണാനില്ല ഇമെയിൽ വന്നു. ഇമെയിലോ? അതാരാ? അതൊരു പയ്യൻ. സൂര്യയിലാണോ?
ഏതാ സൂര്യവലാണോ അതാ ഒളിച്ചിരിക്കുന്ന പയ്യനല്ലേ അതല്ല ആ കണ്ടല്ലേ മോനെ എന്നെ കണ്ടറ കൊട്ടാക്കി വന്നേക്കാൻ പറഞ്ഞു. മോനെ കണ്ടടാ ഇങ്ങ് വന്നേടാ. ആ ഒരു 1 മിസ്റ്റർ ജീവാനന്ദ്. ആ ജീവാനന്ദോ? ആ അങ്ങനെ പയ്യൻ എനിക്ക് മെയിലൊക്കെ വെച്ചു. ഓക്കെ ചന്ദ്രൻ ചേട്ടനെ കാണുന്നില്ല, എന്ത് പറ്റിയെന്നൊക്കെ വെച്ചു. സർ ഫുഡ് വേണം സർ, ഫുഡ് വേണം, ഫുഡ് വേണം. ഹലോ ഇത് ചന്ദ്രൻ ഭരത് സാറോ? ഒരുത്തർ വന്ന് ബാറ്റ്മാൻ, ഒരുത്തർ സൂപ്പർമാൻ. അല്ല കേക്ക് നമുക്ക് ജോൺ അതെ ലീന, സ്കൂളിന്റെ കേസ് എങ്ങനെ ഞങ്ങൾ തുറക്കാൻ പ്ലാൻ ഉണ്ടോ? അത് അല്ലെങ്കിൽ ഇടിച്ചു പൊളിച്ചിട്ട് ഒരു സമ്മർ വെക്കേഷൻ ഞാൻ പറഞ്ഞ അവിടെ ജൂണിലാണ് തുറക്കുന്നത്. ജൂണിൽ തുറക്കും. സ്കൂള് ഇപ്പൊ മലപ്പുറത്ത് ചിലിയാടിന്റെ പുറത്ത് സാബ്ഗുരി തേണ്ടി ഇപ്പൊ സ്കൂളൊക്കെ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കൺഫേം ആയിട്ടില്ല. ജൂണിൽ പിള്ളേരെ സന്തോഷം കണ്ടോ വെക്കേഷൻ എന്ന് പറഞ്ഞപ്പോ തന്നെ? പിള്ളേർക്ക് ഒരു വെക്കേഷൻ ഒക്കെ കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായത്തില്. സത്യം ഈ ചൂടൊക്കെ എങ്ങനെ പിള്ളേര് കൊടുക്കാനായിട്ട് ചൂട് സമയത്തിനെ അല്ല സ്കൂൾ തുറക്കതല്ല. ഞാൻ അന്ന് ഉദ്ഘാടനത്തിന് ഞാൻ വന്ന ശേഷം പിന്നെ തുറന്നിട്ടുണ്ടോ അത്? നമ്മളങ്ങനെ എല്ലാരെയും അറിയിച്ച് ക്ലാസ് എടുക്കത്തില്ല. പിന്നെ സൂര്യബോസിന്റെ ക്ലാസ് ആണോ? ഫുൾ ടൈം അടച്ചിട്ടേക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കൂടുതൽ. ഡെയിലി 1 അവർ ക്ലാസ് എടുക്കുന്നുണ്ട്. ട്യൂഷൻ ക്ലാസ് ആണോ? സൂര്യബോസിന്റെ അടുത്ത് ആ തൊട്ട് 20 പറഞ്ഞു അവൻ പറയും. കേക്ക് ഭയങ്കര നോയ്സ് കേൾക്കാം. കുറച്ചങ്ങോട്ട് മാറി സംസാരിച്ചല്ലോ. വണ്ടികളും ഭയങ്കര നോയ്സ്. വണ്ടികളൊക്കെ വന്നപ്പോ ഞാൻ മാത്രമായി. കൊള്ളാം, നല്ല പരിപാടി, വണ്ടർഫുൾ. ഇതെന്താണ് ഇവിടെ ഇത്രയും വണ്ടികൾ വരാൻ? ഇവിടെ ആരെങ്കിലും പെറ്റി കിടക്കുവാണോ ഇവിടെ? എന്ത് പറ്റി കൂട്ടുകാരാ? ഇതാരാ? സുഖാണ്. ഇത് വിസ്റക്സിൽ ആരായിരുന്നു? വൂൾഫാണ്. ഓക്കെ. കേക്ക് ഉണ്ട് അപ്പുറത്ത്, വിളിക്കണോ? ഇല്ല വേണ്ട ദയവായി ഞങ്ങൾ ഇവിടെ ഒരു സർവൈലൻസിന് വേണ്ടി മാത്രം. സർവൈലൻസ് ഓക്കെ. ഈ സ്ഥലം ഓക്കെ ആണോ? ഓക്കെ ശരി നടക്കട്ടെ. ശരി, എന്താ സെറ്റപ്പ്? മിതുവാ സൊല്ല്. ഓക്കെ, എന്നിട്ട് മാറി നിൽക്കി. ഒരുത്തരം കാണത്തില്ല, അതിനു മുമ്പേ കത്തിയും പോകും. ചന്ദ്ര, നിങ്ങൾ എന്തിനാ കേക്കെ വിളിച്ചേ? കേക്ക് എന്താ? ആരാ? ഞാൻ ജോണിയാമനെ വിളിച്ചേ. എന്റെ സ്കൂൾ ഇപ്പൊ പൂട്ടും. എടി നിന്റെ സ്കൂളങ്ങ് അടപ്പിക്കട്ടെ. ഞാൻ നോക്കാം. വേണ്ട, അല്ലേ നീ വന്നേ. എലി വരുമ്പോ ഞാൻ എന്തോ പറയും? എലി വരുമ്പോ എന്തെങ്കിലും പറയും. ഞാൻ എന്ത് പറയും? കൂട്ടെന്ന് പറയോ? നീ ആരെടുത്തായിട്ട് നീ ഒരു പ്രൊഫഷണൽ ബോക്സറിന്റെ അടുത്താണ് നീ.
സൗകര്യമുണ്ടോ ഇടപെടാത്ത? അതെ ഒരു ഹീൽ തരും. AJP ആയിട്ട് കൊളാബ കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തേക്ക് വരട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കിയാ പോരെ. ഇവിടെ എന്താ ഈ വണ്ടി അണ്ടി വെച്ച് കാണിക്കണവന്മാര്? ബ്രോ എന്തിനാ ബ്രോ ഈ വണ്ടി എരപ്പിക്കുന്നത്, കഴിക്കുന്ന എവിടെയും? ഹലോ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് എരപ്പിക്കുന്നത്? ആ ഓക്കെ. Your father's damn is ഇവിടെ around എല്ലാ again. നായിന്റെ എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. അല്ല ഇവിടെ എല്ലാരും അയ്യോ അത് അതാരും വലിയ പോലീസൊക്കെ വരണം എന്താ ഇത്? അത്രയും DOG യോ? DOG. DOG ഇല്ല. ഞാൻ DOG. ഹലോ ബ്രോ. ഈ DOG എന്താ ചെയ്യുന്ന ആക്ച്വലി? അവര് പാർട്ട് എന്താ? വരുവാங்க സാപ്പിടുവാங்க തൂங்குവാங்க. അല്ല ഇവിടെ കേസ് വന്ന ഇവിടെ ഇത് DOGയുടെ മറ്റേ ഇതായിരിക്കും, BCയിലായിരിക്കും, കൂയി. ബ്യൂറോ ഓഫ് കൊമേഴ്സ്യൽ ലൈസൻസ്. ഓക്കെ 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 ഓക്കെ. ബിസിനസ് നോക്കുന്ന ടീം. ആ ഓക്കെ ഓക്കെ. ഒരു സെക്കൻഡ് കേക്ക്. ഹലോ ഹലോ അച്ഛനെ കൂയല്ലേ? എന്തായിരുന്നു കൂതൊക്കെ? അല്ല ഈ ബിൽഡിങ്ങിന്റെ ഇതെന്താ സംഭവം? എന്താ ഇത് കോഴി കഫേ. കോയ് കഫേ. ഓക്കെ ഓക്കെ. ഇത് കഫേ ആണല്ലേ? അതെ. എന്തൊക്കെ കഴിക്കാൻ മെനു ഇവിടെ? ഞങ്ങള് ഡിയോജയാ, കോഴി കഫേ അല്ല. ഓ DOG ആണല്ലേ? ഹായ് ഹായ് സാർ, ഹൗ ആർ യു? പേരെന്താ സാറിന്റെ? എന്റെ പേര് ചന്ദ്രൻ, ചന്ദ്രബോസ്. ആഹാ, സാറിന്റെ വേറെ കുടുംബമാണോ? അത് ആ കുടുംബമാണ്, ചെറിയൊരു കുടുംബത്തിലെ അംഗമാണ്. അങ്ങനെ അങ്ങനെ പോകുന്നു. അപ്പോൾ ഞാനിവിടെ അപ്പുറത്ത് വണ്ടി ശരിയാക്കി വന്നപ്പോൾ ഇവിടെ ആരോ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്, ഇവിടെ പോയിട്ട് കൂവെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആരോ വരുമെന്ന്. അങ്ങനെ എന്തോ. ഏതാ കുടുംബം? ഞങ്ങൾ TV തക്കടുവാ. നിങ്ങളുടെ നീഗൻ സ്മിത്ത്? നിങ്ങൾ സ്മിത്ത് ഞങ്ങളല്ല. അല്ല അല്ലല്ലേ? അല്ല എന്ത് പറ്റി? എന്തൊരു സാറേ എനി പ്രോബ്ലം? ഒരു വാറന്റി കിടപ്പുണ്ടായിരുന്നു നീഗൻ സ്മിത്തിന്റെ പേരിൽ. എന്താ കേസ് എന്താന്ന് പറയാ സാറേ? ഞാൻ സംസാരിക്കാം, എനിക്കറിയാം. ഫയറിംഗ് അല്ലേ സാറേ? എന്തോ ആളെ കൊല്ലാൻ നോക്കി അങ്ങനെ. പക്ഷെ കണ്ണാപ്പി നിങ്ങളുടെ ഫാമിലുള്ള തന്നെയല്ലേ? അതെ 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 അതെ. അന്ന് ഒരു കേസിന്റെ ബാലൻസ് എന്ന രീതിയിലാണ് ഇപ്പം കണ്ണാപ്പിക്കെതിരെ വാറന്റ്, കണ്ണാപ്പി പോട്ടെ നീഗൻ സ്മിത്തിനെതിരെ വാറന്റ് കിടക്കുന്നത്. ഓ ഓക്കെ ഓക്കെ. സാറിന്റെ ഉണ്ടായിരുന്നു സാറിന്റെ പേര് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ലല്ലോ സാറേ, അത് ഞാൻ നിരപരാധിയാണെന്ന് തെളിയുന്ന നമ്മുടെ വിശ്വാസം. സാറിന്റെ പേര് ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇല്ലല്ലോ. അതാ போலீஸ் ஸ்டேஷன்ல கூப்பிடுறாங்கப்பா நம்மள. ഓക്കെ സാർ. ഇതാരാ? സാർ ഇതെന്റെ മകനാണ്. മകനാണല്ലേ? ഞാൻ നല്ല മകൻ. அப்ப போலீஸ் അച്ഛനെ ஜாலியா பாப்பா. ഓക്കെ സാറേ, നല്ല ഞങ്ങളെ സ്റ്റേഷനിൽ വിളിക്കുന്നത്. ഞങ്ങൾ അന്ന് അങ്ങോട്ടൊന്ന് പോയിട്ടെ, ചെറിയൊരു ഓ ഒരു പെറ്റി കേസ്, ഒരു പെറ്റി കേസ് ഉണ്ട്. അപ്പൊ അന്ന് കുറച്ച് ടെസ്റ്റ് மாதிரி கூப்பிடுறாங்க. കേസ് அப்பா வந்து ரிப்பன் கட் பண்ணுவாரு. ഓക്കെ ഓക്കെ. பாப்பா ரிப்பன் கட் பண்ணலாம். അതിനൊന്ന് വന്നേ. ലക്ഷ്യം വാപ്പോ. ഇതല്ല ഇത് കൊണ്ടുപോയില്ലേ അടുത്ത കേസ്. ഇത് മറ്റവനാ. അവൻ എണീറ്റപ്പോ പീടി എടുത്ത് പറഞ്ഞെന്ന് തോന്നുന്നു കൊന്നു. അയ്യോ അങ്ങനെയാണ് എന്റെ പേരിൽ കേസ് വരില്ല. പൊളിശരത്ത് ഇടിച്ച് ഉറക്കോല അവനെ അവിടെ ഇട്ട്. ഇത് പൊളിച്ചേരത്തിന്റെ അല്ല കേസ് ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ. മറ്റങ്ങനെ പോയാ കേക്ക് പോയാ. அப்பா மாஃபியா வண்டி. എവിടെ നമ്മളെ വണ്ടി എന്ത്? നമ്മുടെ വണ്ടി ഇപ്പുറത്ത്, നമ്മുടെ വണ്ടി. மாஃபியா வண்டி. ഓക്കെ, ഒരു കണ്ണിരിക്കട്ടെ, എന്തായാലും ആവശ്യം വരും. ബാക്കിയാണ് ചന്ദ്രു വണ്ടി ഇപ്പുറത്തുണ്ടേ. എവിടെ? എന്നാ അതി പോവാ. ഫോർ സീറ്ററാടാ. ஒரு നമ്മളൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഒന്നും അറിയാത്ത രാമനാരായണ എന്നുള്ള മക്കളോടൊപ്പം அவன் போய் கம்ப்ளைன்ட் பண்ணிருப்பானா? നമ്മളൊന്ന് പീടി പോയിട്ട് വരാവേ. ആ ഓക്കെ ചന്ദ്രു വണ്ടിയുടെ സൗണ്ട് ഓഫ് ആക്കാൻ അറിയാവോ? ഓക്കെ. വണ്ടിയുടെ സൗണ്ടോ? ആ അതെങ്ങനെ ഓഫ് ആക്കും? അതറിയത്തില്ല. ഇല്ല. എന്താ വണ്ടിയുടെ സൗണ്ട് ഓഫ് ആക്കാനോ? ആ ദേ ഓഫ് ആയതല്ലേ? എഞ്ചിൻ ഓഫ് ആക്കിയാ മതി. അല്ല ദേ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക ഞാൻ ഇപ്പോഴും. ദേ സൗണ്ട് ഓഫ് ആക്കി. அப்படி பாப்பாங்க. എന്നിട്ട് ഞാൻ തിരിച്ചങ്ങോട്ട് വിടാം. അത് ഇറക്കത്തിലേ പറ്റത്തുള്ളൂ. കറക്റ്റാ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. കണ്ടോ എലക്സ് ഒന്ന് സ്റ്റേഷനിലോട്ട് പോവാ, നമുക്ക് അത്യാവശ്യം. സൗണ്ട് എനിക്ക് എലക്സ് പെട്ടെന്ന്
ഇപ്പൊ എല്ലാരും പഠിച്ച് ഒരു വട്ടം അണ്ണനെ പറ്റിച്ച് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. സേവ് ചെയ്തു എന്ത് നാച്ചുറൽ ഒക്കെ അല്ലേ കള്ളം പറയുന്നത്? എന്തൊക്കെ ഞാൻ ചന്ദ്രു ആ. എന്ത് വന്നാലും അകത്തോട്ട് കയറല്ലേ, ആ അകത്തോട്ട് കയറിയ കണ്ണും എല്ലാം പോയി. ആ ഓക്കെ അനിങ്ങന്നേ അങ്ങന്നേ കണ്ണു ശരാ ചെക്ക് ചെയ്യും. ഞാൻ വെടിവെക്കാൻ വെയിറ്റ് ആ വണ്ടിക്കകത്ത് വെച്ചാ പോരെ. ഇല്ല അന്ന് കുഴപ്പമില്ല. എന്നാ എന്റെ കൂടെ വെച്ചോ. ഇല്ലില്ല. അല്ല എന്നെ കൊണ്ടുപോയില്ലോ. സാർ ചന്ദ്രബോസാണ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ ചന്ദ്രബോസിനെ ആരായിരുന്നു വിളിപ്പിച്ചത്? റേഡിയോ കേൾക്കാവോ? ചന്ദ്രബോസ് സാറിനെ ആരാണ് വിളിപ്പിച്ചത്? റേഡിയോ റേഡിയോ ഹലോ ടീച്ചർ എന്ത് ആരാണ് റിപ്പോർട്ടിംഗ് വിളിപ്പിച്ചത്? ചന്ദ്രബോസ് സാർ ആപ്റ്റ് അകത്തോട്ട് ടു വരും സാർ. പിഡി. എന്താ? സാർ അകത്തോട്ട് വരും സാർ, അകത്ത് വരും. ആ ഓക്കെ ചന്ദ്രബോസ് ആപ്പ് ടു പീഡി. എന്തൊരു ആപ്പ്? ആ மிஸ் பண்ணிட்டேன். HQ ഹൈ ക്വാളിറ്റി. എന്ത് നീ എന്തിനാണ് ഇതൊക്കെ ഇട്ട സൂര്യ? റിപ്പോർട്ടിംഗ് ചന്ദ്രബോസ് അപ്പ് എന്താണ് അതിന്റെ പ്രശ്നം? ഇവൻ എന്തിനാ നാളെ நீங்க ரிப்போர்ட் பண்ணிடலாம் அதான் சொன்னேன். ഇവിടെ ഓക്കെ സാർ മോണ്ടറാണോ വിളിപ്പിച്ചത്? உங்களுக்கு டீ எடுத்துட்டு வாங்க. டீ வேணும் டீ. அம்மா ஒரு காஃபியாமா? ആ ഇവിടെ സംസാരിക്കണ്ട സൂര്യ, സംസാരിക്കട്ടെ അവര്. ഹലോ ഞാൻ മാത്രം. ഓക്കെ ഞാൻ പോട്ടെ അല്ലേ? പോയിട്ടോ. ഞാൻ അവിടെ വരാം. നാളോടെ വെയിറ്റ് ചെയ്തു. സാർ ഞെക്കണോ സാർ ഞെക്കണോ? വേണ്ട ഞാൻ നിൽക്കണം സാറേ. പിന്നെ നമ്മൾ വിളിപ്പിച്ചത് പറഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ റിപ്പയർ ചെയ്യുന്നൊരു കോള് വന്നായിരുന്നു. ഒരു സിറ്റുവേഷൻ വിളിച്ചായിരുന്നു. ഓക്കെ സാർ കണ്ടോ? ഓക്കെ സാർ അവിടെ ഫയറിംഗ് എന്ന് പറഞ്ഞു. ഓക്കെ നമ്മളവിടെ ചെന്നപ്പോൾ 2 ബോഡീസ് അവിടെ ഡൗൺ ആണ്. ഓക്കെ ഓക്കെ അപ്പം നമ്മളത് അവരെ 2 പേരെയും നമ്മൾ പീഡിയിലോട്ട് കൊണ്ടുവന്നു. അവരപ്പം തന്നെ പൊങ്ങിയായിരുന്നു. ഓക്കെ ഒരാളെ നമ്മളിപ്പോൾ എക്സ്എംഡിനെ അവിടെ നിന്ന് വിളിപ്പിച്ചു. എക്സ്എംഡിനെ കൊണ്ട് ഒരാൾ പൊങ്ങി, ഒരാൾ എക്സ്എംഡിനെ കൊണ്ട് നമ്മൾ പൊക്കിച്ചു. ഹലോ സാറോ ഇത് അല്ല ഒരേപോലെ ഉണ്ടല്ലോ. കുഴപ്പമില്ല സാറോ ഒരുമിച്ചല്ലേ വന്നേ? പരിപാടി കാണിക്കുന്നേ. നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ഞങ്ങളൊരു ബന്ധമില്ല. എന്താ പറയുന്നേ സാറേ? നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? എനിക്ക് കേൾക്കണം. ചന്ദ്ര സാറോ ഞങ്ങൾ പേഴ്സണൽ സംസാരിക്കണം. സാർ നമുക്ക് ഇവിടെ സംസാരിക്കാം. ഓപ്പൺ സ്പേസ് അല്ലേ? അല്ല സാർ അന്ന് അകത്തോട്ട് തന്നെ സാർ. അവിടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാണ്. ഇവിടെ സംസാരിക്കാം. എനിക്ക് ഇതായിരുന്നു കുറച്ചുകൂടി കൺവീനിയന്റ്. സാർ ഒരു സെക്കൻഡേ, എന്റെ നിലവിളി കേട്ട ഓടി വന്നോണേ. ആ സാറാ ഇല്ല നെഗറ്റീവ്